എറണാകുളം കടവന്ത്രയിൽ സ്വകാര്യ വ്യക്തി കരാറിലെടുത്ത റെയിൽവേയുടെ ക്യാന്റീനിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടിച്ചു. വന്ദേ ഭാരതിലെ യാത്രക്കാർക്ക് വിതരണം ചെയ്യാൻ സൂക്ഷിച്ചിരുന്ന ബൃന്ദാവൻ ഫുഡ് പ്രോഡക്ട്സിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടിച്ചത്. സ്ഥലത്ത് ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധന തുടരുകയാണ്. ഇവർ ഒരുപാട് വർഷമൊന്നും ആയില്ല, ഒരു വർഷത്തിനുള്ളിലേ ആയുള്ളൂ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. വന്ദേ ഭാരതിലോട്ടാണ് ഇവർ ഫുഡ് സപ്ലൈ. ഇപ്പം നമ്മൾ പരിശോധിച്ചപ്പോൾ ഒരു സ്റ്റിക്കർ ഇത് കണ്ടത്, വന്ദേ ഭാരതിൻ്റെ ഒരു ഇത് കണ്ടത്. ഇതിനകത്തേക്ക് ഭക്ഷണം പാകം ചെയ്യുന്നതായിട്ടാണ് റെയിൽവേ ക്യാൻറ്റീൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്, പറഞ്ഞു കേട്ടിട്ടുള്ളത്. കോൺട്രാക്ട് എടുത്താണ് ചെയ്യുന്നത്. യാതൊന്നും ചെയ്തിട്ടില്ല ഇവർ, അങ്ങനെയുള്ള യാതൊരു നടപടി ഇവർ ചെയ്തിട്ടില്ല. ഇവിടെ ഇങ്ങനെ ഈ ഒരു കെട്ടിടം വാടകയ്ക്ക് എടുത്ത് ഇതിനകത്ത് ഇതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം പല പ്രാവശ്യമായി നമ്മളിവിടെ വിസിറ്റ് ചെയ്യുന്നു, ലൈസൻസിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്നു. പക്ഷെ ഇവരുടെ ഭാഗത്തു നിന്നൊരു പോസിറ്റീവായ യാതൊരു സമീപനവും ഇവരുടെ ഭാഗത്തുനിന്നില്ല. ഇല്ല, ലൈസൻസിനൊന്നും അപേക്ഷ പോലും തന്നിട്ടില്ല. തുടങ്ങാൻ അനുമതി ഇവരങ്ങ് ഇപ്പോൾ ഈ ബിൽഡിംഗ് വാടകയ്ക്ക് എടുത്തങ്ങ് തുടങ്ങുവാണ്. നമ്മളുടെ ഒരു അനുമതിയോ ഒന്നും ഇല്ലാതെയാണ് ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ പരാതികൾ എപ്പോഴും വരുന്നു. ഇവർ ഈ വേസ്റ്റ് വെള്ളം മുഴുവൻ തോട്ടിലോട്ടൊക്കെ ഒഴുക്കി ഒരു പ്രാവശ്യം ഫൈൻ അടപ്പിച്ചു ഇവരെ കൊണ്ട്. അതിനുശേഷം ഇവർ മാപ്പപേക്ഷയൊക്കെ തന്ന് ഞങ്ങളിനി ആവർത്തിക്കില്ല, അപ്പോൾ ലൈസൻസ് എടുക്കാനുള്ള നടപടികൾ ഞങ്ങൾ ചെയ്യാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പിന്നെയും ഒരു സാവകാശം കൊടുത്തത്. പക്ഷേ ഇപ്പോൾ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഭക്ഷണത്തിനും പഴക്കമുള്ളതാണ്. ഭക്ഷണം മീറ്റൊക്കെ വെച്ചേക്കുന്ന എക്സ്പയറി ഒക്കെ കഴിഞ്ഞ ഇറച്ചികളും കാര്യങ്ങളൊക്കെയാണ് പാക്കറ്റിൽ ഫുഡ് പിടിച്ചെടുത്തത്. മുസ്തബ വിവരങ്ങൾ നൽകാൻ കൊച്ചിയിൽ നിന്ന്. മുസ്തബ, ഇത് എത്ര കാലമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്? ഇത് റെയിൽവേക്ക് ഭക്ഷണം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ വന്ദേ ഭാരതിൽ കൊടുക്കുന്നതാണെന്ന് കൺഫേം ചെയ്തിട്ടുണ്ടോ? എന്തൊക്കെയാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്ന വിവരങ്ങൾ? നിഷാദ്, ഇപ്പോൾ പരിശോധന ഏറെക്കുറെ പൂർത്തിയാവുകയും ഈ വൃന്ദാവൻ ഫുഡ് പ്രോഡക്ട്സ് അത് സീൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പിൽ നോട്ടീസ് പതിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് പിടിച്ചെടുത്തത് ഏറെക്കുറെ വലിയ അളവിലുള്ള ഭക്ഷ്യസാധനങ്ങളാണ്. അതിൽ 300 എണ്ണം ചപ്പാത്തികൾ, അതോടൊപ്പം തന്നെ 300 പുഴുങ്ങിയ കോഴിമുട്ട, 42.5 കിലോ കോഴിയിറച്ചി, അങ്ങനെ നിരവധിയായ ഭക്ഷ്യവസ്തുക്കൾ ഇവിടെ നിന്ന് പിടികൂടിയിട്ടുണ്ട്. നിഷാദ് സൂചിപ്പിച്ചതുപോലെ റെയിൽവേയിലേക്ക് വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകളിലേക്ക് വിതരണം ചെയ്യാൻ, അല്ലെങ്കിൽ അവിടേക്ക് നൽകുന്ന ഭക്ഷണം പാകം ചെയ്യുകയും അത് പ്രോസസ്സ് ചെയ്ത് പിന്നീട് ട്രെയിനിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു ഗോഡൌൺ അല്ലെങ്കിൽ ഭക്ഷ്യ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അത് നമ്മൾ കൺഫേം ചെയ്തിട്ടുണ്ട്. അത് അവിടെ നിന്ന് ഒരു ദിവസം ശരാശരി 6 തവണ റെയിൽവേയിലേക്ക് ഭക്ഷണം കൊണ്ടുപോകുന്ന ഒരു തമിഴ്നാട് സ്വദേശിയായ ഒരു ജീവനക്കാരനോട് ഉൾപ്പെടെ നമ്മൾ സംസാരിച്ചതാണ്. മാത്രമല്ല, റെയിൽവേ ക്യാൻറ്റീൻ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. റെയിൽവേയുടെ ഔദ്യോഗികമായിട്ടുള്ള ക്യാൻറ്റീൻ അല്ല, മറിച്ച് റെയിൽവേക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്യുകയും അവിടെ നിന്ന് പാക്കറ്റുകളിലാക്കി റെയിൽവേയിലേക്ക് കൊണ്ടുപോവുകയും വന്ദേ ഭാരത് ട്രെയിനിൽ ഉൾപ്പെടെ യാത്രക്കാർക്ക് നൽകുന്ന ഭക്ഷണം ഇവിടെ നിന്നാണ് അത് തയ്യാറാക്കുന്നത്. എന്തായാലും ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ ഭക്ഷ്യ കണ്ടെയ്നറുകളുടെ മുകളിൽ ഭാഗത്ത് ഒട്ടിക്കുന്ന സ്റ്റിക്കറുകൾ 100 കണക്കിന് 1000 കണക്കിന് ഈ പാത്രത്തിന്റെ മുകളിലുള്ള മൂടി ഉൾപ്പെടെയുള്ളത് അത് വന്ദേ ഭാരത് നിന്ന് കൃത്യമായി തന്നെ വ്യക്തമാക്കി അച്ചടിച്ച് നൽകി. അങ്ങനെ അവിടെ നിന്ന് പാകം ചെയ്തതും അതോടൊപ്പം തന്നെ അത് ഒട്ടിക്കുന്നതിന് വേണ്ടി, കണ്ടെയ്നർ മൂടുന്നതിന് വേണ്ടി സൂക്ഷിച്ചതുമായ ഒട്ടേറെ തെളിവുകൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്. മാത്രമല്ല, അതിന്റെ QR കോഡ് സ്കാൻ ചെയ്താൽ നേരെ IRCTCയുടെ ഭക്ഷണം ഓർഡർ ചെയ്യുന്ന മെനു ഉൾപ്പെടെയുള്ള സൈറ്റിലേക്കാണ് പോകുന്നത്. ഉൾപ്പെടെ പരിശോധിച്ചാണ്. മാത്രമല്ല, ഉദ്യോഗസ്ഥരും അക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും കിലോ കണക്കിന് ഭക്ഷ്യവസ്തുക്കളാണ് പഴകിയ രീതിയിൽ പിടിച്ചെടുത്തിട്ടുള്ളത്. മാത്രമല്ല, അവിടെ നടത്തിയ പരിശോധന പ്രാഥമികമായും അതിൽ നിന്നുള്ള മലിനജലം തൊട്ടടുത്തുള്ള തോട്ടിലേക്ക്, കനാലിലേക്ക് ഒഴുക്കിവിടുന്നു എന്നുള്ള പ്രദേശവാസികളുടെ പരാതിയായിരുന്നു. കൗൺസിലർ ഉൾപ്പെടെ ഇന്നലെ അവിടെ പരിശോധന നടത്തുകയും അപ്പോൾ തന്നെ പഴകിയ നിരവധി ചിക്കൻ ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കൾ കണ്ടെത്തുകയും അത് പിന്നീട് മാറ്റുകയും നശിപ്പിക്കുകയും ഒക്കെ ചെയ്തു. ഇന്ന് രാവിലെയാണ് ഹെൽത്ത് ഇൻസ്പെക്ടറുടെ കൂടി നേതൃത്വത്തിൽ, അതോടൊപ്പം തന്നെ നേരത്തെ സംസാരിച്ച മഞ്ജു, അവർ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ ജീവനക്കാരിയാണ്, അവരുൾപ്പെടെ വന്ന് നേരിട്ട് പരിശോധന നടത്തുമ്പോഴാണ് ഇന്നലെ പിടിച്ചെടുത്തതിന് സമാനമായി ഇന്ന് വീണ്ടും പഴകിയ ഭക്ഷ്യവസ്തുക്കൾ, ഇന്നലെ ഡേറ്റ് കഴിഞ്ഞ ഏകദേശം 22 കിലോ വരുന്ന 21 പാക്കറ്റുകളിലുള്ള ചിക്കൻ പ്രോസസ് ചെയ്ത് അത് ഫ്രീസറിൽ സൂക്ഷിക്കേണ്ടതാണ്. മാത്രമല്ല, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പല ഭക്ഷ്യവസ്തുക്കളും അത് കൃത്യമായി തന്നെ സംസ്കരിച്ച് സൂക്ഷിച്ച് കൃത്യമായി അത് മൂടിയൊക്കെ ഉപയോഗിക്കേണ്ട സാധനങ്ങളാണ്, അല്ലെങ്കിൽ അങ്ങനെ പ്രോസസ്സ് ചെയ്യേണ്ടത്. പക്ഷേ ഒരു തുറന്ന സ്ഥലത്ത് ഏതെങ്കിലും തരത്തിലുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാതെ, മാത്രമല്ല തീർത്തും വൃത്തിഹീനമായ ഒരു സാഹചര്യത്തിലൊക്കെ സൂക്ഷിച്ച നിലയിലായിരുന്നു ഈ ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ചിരുന്നത്. എന്തായാലും ഇത്രയധികം ഭക്ഷ്യവസ്തുക്കൾ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്, ഒപ്പം തന്നെ ആ സ്ഥാപനം പൂട്ടുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ആ നഗരസഭാ ജീവനക്കാരി പറഞ്ഞതുപോലെ
കഴിഞ്ഞ കുറേ നാളുകളായി ഇവരോട് ഇത് ഏതെങ്കിലും തരത്തിൽ നഗരസഭയിൽ രജിസ്റ്റർ ചെയ്യുകയോ അതല്ലെങ്കിൽ അതിന്റെ ഏജൻസി രജിസ്റ്റർ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആരാണ് ഉടമ എന്ന് പലപ്പോഴും അവരോട് ചോദിക്കുമ്പോൾ പോലും പല മാനേജർമാരാണ് ഓരോ തവണ പരിശോധനയ്ക്ക് എത്തുമ്പോഴും ഉണ്ടാകുന്നത്. പക്ഷെ കാര്യക്ഷമമായ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കറക്റ്റീവ് മെക്കാനിസത്തിലേക്ക് അവർ വരികയും ചെയ്തിട്ടില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ കർശനമാക്കുകയാണെങ്കിൽ ഇപ്പോൾ സീൽ ചെയ്തിട്ടുണ്ട്. ഇനി മേയറും അതോടൊപ്പം തന്നെ മുസ്തഫയാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നിന്ന് വന്ദേ ഭാരത് ട്രെയിനിലേക്ക് അടക്കം കൊണ്ടുപോകാൻ വെച്ചിരുന്ന ഭക്ഷണങ്ങൾ പഴകിയതാണ് എന്ന് കണ്ട് പിടിച്ചെടുത്തിരിക്കുന്നു അവിടുത്തെ കോർപ്പറേഷൻ.